ഹായ് സ്റ്റുഡൻസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റീജിയണൽ ലേണിംഗ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന +1 സോഷ്യോളജി എക്സാമിന് 6 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻസ് 8 മാർക്കിന് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ദെൻ അതുപോലെ തന്നെ ഫെബ്രുവരി 20 നമ്മൾ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2 പാർട്ടായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എനി 3 ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സാമൂഹിക നിയന്ത്രണത്തിന് ഏതെങ്കിലും 3 ഏജൻസികളുടെ പങ്ക് വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നിങ്ങൾ സാമൂഹിക നിയന്ത്രണം എന്താണെന്നുള്ളത് അവിടെ എഴുതി വെക്കണം. അതായത് അച്ചടക്കമില്ലാത്ത അംഗങ്ങളെ നിയമാനുസൃതമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് സമൂഹം ഉണ്ടാക്കുന്ന മാർഗ്ഗങ്ങളാണ് സാമൂഹിക നിയന്ത്രണം. സാമൂഹിക നിയന്ത്രണം 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് ഔപചാരികവും മറ്റൊന്ന് അനൗപചാരികവും. അപ്പോൾ ഈ ഔപചാരികത്തിൻ്റെ കുറച്ച് ഏജൻസികളാണ് നിയമം, ഭരണകൂടം. അതേപോലെ തന്നെ അനൗപചാരികത്തിൻ്റെ ഏജൻസിയാണ് കുടുംബം, മതം, ബന്ധുത്വം. ഇതിൽ ഏതെങ്കിലും 3 ഏജൻസി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചോദ്യം വരിക. അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. അതായത് ഔപചാരിക സാമൂഹിക നിയന്ത്രണം അതേപോലെ തന്നെ അനൗപചാരിക സാമൂഹിക നിയന്ത്രണം തമ്മിലുള്ള വ്യത്യാസം എന്തും ചിലപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ സർവേ മെത്തേഡ്. സർവേ രീതിയെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിലാണ് അതുള്ളത്, റിസർച്ച് മെത്തഡോളജി എന്നുള്ള ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങളതിൽ സർവേ എന്താണെന്ന് എഴുതണം, സർവേയുടെ ഗുണങ്ങൾ എഴുതണം, അതിൻ്റെ പോരായ്മകൾ എഴുതണം, പിന്നെ സാമ്പിൾ സർവേ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നിങ്ങളതിന് ആൻസർ ചെയ്യാൻ. ദെൻ പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ 6 ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം എംഫസൈസ്ഡ് ബൈ GS ഗുരെ. GS ഗുരയുടെ അഭിപ്രായത്തിൽ ജാതിക്ക് 6 സവിശേഷതയുണ്ട്. അത് 6ഉം ലിസ്റ്റ് ചെയ്ത് വിശദീകരിക്കാൻ വേണ്ടി ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കും. നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകൾ എന്നുള്ള ആ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ജാതിയുടെ സവിശേഷത GS ഗുരെ പറയുന്നത് 6 നിങ്ങൾ 6 അത് പഠിച്ചു വെച്ചിട്ടുണ്ടോ. അതായത് ഖണ്ഡവിഭജനം, ശ്രേണി ബന്ധമായ വിഭജനം തുടങ്ങി വിവാഹത്തിന്മേൽ നിയന്ത്രണം വരെയുള്ള 6 പോയിന്റുകളുണ്ട്. ഈ 6 പോയിന്റ് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇനി ഒരു 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി. അതായത് മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അത് എമിലി ദർഖെയിമിൻ്റെ ഒരു കോൺസെപ്റ്റാണ്, അതായത് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ 2 ടൈപ്പ് സോളിഡാരിറ്റി ഉണ്ട്, ഒന്ന് യാന്ത്രിക ഐക്യവും മറ്റൊന്ന് ജൈവിക ഐക്യവും. അപ്പോൾ യാന്ത്രിക ഐക്യം എന്ന് പറയുമ്പോൾ പ്രാകൃത സമൂഹമാണ്, ജൈവിക ഐക്യം എന്ന് പറയുമ്പോൾ ആധുനിക സമൂഹമാണ്. ദെൻ സെയിം ഒരേപോലുള്ള ജീവിത രീതിയാണ് യാന്ത്രികത്തിൽ, അതേപോലെ തന്നെ ജൈവികത്തിൽ എന്താണ് വ്യത്യസ്തമാണ്. ചെറിയ ജനസംഖ്യയാണ് യാന്ത്രികത്തിലുള്ളത്, എന്നാൽ ജൈവികത്തിൽ വലിയതാണ്. ഇങ്ങനത്തെ തുടങ്ങിയൊരു 5-6 പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സോഷ്യൽ ഓർഡറിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കും. ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഓർഡർ, ഹൗ ദ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ സൊസൈറ്റി. എന്താണ് സാമൂഹിക ക്രമം, എങ്ങനെയാണ് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ 2 ക്വസ്റ്റ്യൻ കൂടി ഒരു 5 മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ 7th യൂണിറ്റിലാണുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്താണ് സോഷ്യൽ ഓർഡർ, എങ്ങനെ അത് നിയന്ത്രിക്കുന്നു എന്നുള്ളത് പഠിച്ചു വെക്കാം. ദെൻ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ വിവരിക്കാൻ വേണ്ടി ചോദിക്കും. ഇത് നമ്മുടെ 9ാമത്തെ ചാപ്റ്ററിന് വെസ്റ്റേൺ സോഷ്യോളജീസ് എന്നുള്ള ചാപ്റ്ററിനാണുള്ളത്. മാക്സ് വെബറാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പ്രധാനമായിട്ടും ബ്യൂറോക്രസിക്ക് 5 സവിശേഷത ഉണ്ട്. അത് 5ഉം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഷ്യൽ ചേഞ്ച്. വിവിധ തരത്തിലുള്ള സാമൂഹിക മാറ്റങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കും. നമ്മുടെ 7th യൂണിറ്റിലാണ്. അപ്പോൾ സാമൂഹിക മാറ്റം പ്രധാനമായിട്ടും 4 ടൈപ്പാണ്. ഒന്ന് പരിണാമപരമായിട്ടുള്ള മാറ്റം, മറ്റൊന്ന് വിപ്ലവപരമായിട്ടുള്ള മാറ്റം, ദെൻ ഘടനാപരമായിട്ടുള്ള മാറ്റം, മൂല്യങ്ങളും വിശ്വാസങ്ങളുടെ മാറ്റങ്ങൾ. അപ്പോൾ ഇത് 4ഉം എന്ത് ചെയ്യുക, നിങ്ങൾ വിവരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ഇനി മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ചാപ്റ്റർ നമ്പർ 5 ഗവേഷണ രീതി. ആ ഒരു ചാപ്റ്ററിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അനലൈസ് വേരിയസ് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ മെത്തേഡ്. അതായത് വിവിധ തരത്തിലുള്ള അഭിമുഖ രീതികൾ ഏതൊക്കെയെന്നുള്ളതാണ്, അത് വിശകലനം ചെയ്യുക. അപ്പോൾ അഭിമുഖം എന്താണെന്നുള്ള എഴുതി വെക്കണം. അഭിമുഖം പ്രധാനമായിട്ടും 2 രീതിയാണ്, ഒന്ന് ചിട്ടപ്പെടുത്തിയതും മറ്റൊന്ന് ചിട്ടപ്പെടുത്താത്തതും. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ദെൻ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ 7th യൂണിറ്റിൽ നിന്ന് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് 3 കോൺസെപ്റ്റ് എടുത്ത് തരും. ഗേറ്റഡ് കമ്മ്യൂണിറ്റി, ജെൻഡറിഫിക്കേഷൻ, ഗെറ്റോയിസേഷൻ. അപ്പോൾ എന്താണ് ബന്ധിത സമുദായം, അതേപോലെ തന്നെ എന്താണ് ജെൻഡറിഫിക്കേഷൻ, ദെൻ എന്താണ് ഗെറ്റോയിസേഷൻ. ഇത് ഓരോന്നും 2 മാർക്കിന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു 6 മാർക്കിന് വരും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, നമ്മുടെ ടൈപ്പ് ഓഫ് ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം വരും. അത് ഫാമിലിയുടെ ടൈപ്സുകൾ ചോദിക്കും. ചിലപ്പോൾ മോണോഗമി, പോളിഗമി, അതിൻ്റെ ടൈപ്സ് വിവരിക്കാൻ വേണ്ടി ചോദിക്കും. മോണോഗമി എത്ര ടൈപ്പ് ഉണ്ട്, പോളിഗമി എത്ര ടൈപ്പ് ഉണ്ട്, ഏകഭാര്യത്വം, ഏകഭർത്തൃത്വം, ദെൻ അതേപോലെ തന്നെ പോളിഗമി എന്താണ്, ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം. പിന്നെ റൂൾ ഓഫ് മാരേജും അതിൻ്റെ കൂടെ ചിലപ്പോൾ ചോദിക്കും. അതായത് വിവാഹത്തിൻ്റെ രീതികൾ 2 രീതികളാണ് പ്രധാനമായിട്ടും, ഒന്ന് എൻഡോഗമി,
എക്സോഗമി, സ്വഗണ വിവാഹവും അതേപോലെ തന്നെ അന്യഗണ വിവാഹവും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ്, അതായത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ രീതിയിൽ പാറ്റേണിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. ചെറിയ രണ്ട് കോൺസെപ്റ്റുകൾ, ഇപ്പോൾ ഒരേ ചാപ്റ്ററിൽ നിന്ന് തന്നെ ബന്ധമില്ലാത്ത രണ്ട് കോൺസെപ്റ്റുകൾ എടുത്തിട്ട് 2 മാർക്കിന് വെച്ചൊക്കെ ചോദിക്കൂട്ടോ. അതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ ചെറിയ ഡെഫിനിഷൻസുകളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, സോഷ്യോളജി മറ്റ് സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധം, അതിൽ നിന്ന് ഏതെങ്കിലും 2 സബ്ജക്റ്റ് എടുത്തിട്ട് ചിലപ്പോൾ 6 മാർക്കിന് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിലെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ 6 മാർക്കിന് ചോദിക്കാം. ഇന്ന് പറഞ്ഞ 6 മാർക്കിന് ചിലപ്പോൾ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് 8 മാർക്കിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ മുമ്പ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ വൈസുള്ള വീഡിയോ കാണുക. അതിൽ എല്ലാത്തിനും ആൻസർ ഞാൻ ഓഡിയോ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.